ഒരു ദിനം കൂടി നമുക്ക് കിട്ടിയിരിക്കുകയാണല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തനി നാട് രീതിയിലുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ബീഫ് ഫ്രീസറിൽ ഇരുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമാക്കിയിട്ട് അതൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 2-3 സവോളയും 2 തക്കാളി, കുറച്ച് ചുവന്നുള്ളി കുറച്ചുകൂടി ജാസ്തി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഞാൻ ഉള്ളത് എടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് സവോള നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കണം, നൈസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചത് അത് ഫ്രിഡ്ജിൽ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് കാണിച്ചത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. കുറച്ചേ വേണ്ടുള്ളൂ, ഞാൻ ചതച്ച് വെച്ച ബൗളിലുള്ളത് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് ആ തക്കാളിയും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. സവോളയും നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ബീഫൊക്കെ ഞാൻ കുറച്ച് വലിയ പീസായിരുന്നു, അതൊക്കെ ഞാൻ ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാനലിൽ ഇങ്ങനെ ആ കവർ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെളിച്ചെണ്ണയിൽ വാർന്ന് കിട്ടും. ഇപ്പോൾ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ബീഫ് ഇട്ടിട്ടുണ്ട്. ആ ചുവന്നുള്ളി ഉണ്ടായിരുന്നത് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചതച്ചതും അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സവോള, തക്കാളി അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി എടുക്കാം. ആ സവോള മാത്രമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് കട്ടായിട്ട് കിടക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്, ഒരു സ്പൂണിൻ്റെ ഒരു 1/4 ഭാഗം. പിന്നെ 1 ടീസ്പൂണ് പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കല്ലുപ്പ്, പിന്നെ ഒരു 4-5 കുരുമുളകിൻ്റെ കൂടി അതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതിലൊഴിച്ച് കൊടുക്കണം. അത് നമ്മൾ കുക്കറിലൊക്കെ വെക്കുമ്പോൾ അടിയിൽ പിടിക്കണ്ട, പിന്നെ നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ. പിന്നെ 2 ടേബിൾ സ്പൂണിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ. 1.5 ടീസ്പൂൺ എന്ന് വെച്ചാൽ അത് നല്ല കുഞ്ഞ് ടീസ്പൂണാണ്, അതുകൊണ്ടാണ് അത്ര വേണ്ടത് കേട്ടോ. പിന്നെ ആ ചെറിയ ടീസ്പൂണിന് തന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഇത് കൈ വെച്ചിട്ട് തന്നെ നമ്മൾ തിരുമ്പി എടുക്കണം കേട്ടോ. ഇത് നമ്മൾ ചട്ടിയിലും ഉണ്ടാക്കുക, ചട്ടിയിൽ ഉണ്ടാക്കിയാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. പണ്ടൊക്കെ എല്ലാവരും ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു, ഉമ്മമാരൊക്കെ. ഞാൻ കുറച്ച് മടി കാരണം ചട്ടിയിലൊക്കെ വെച്ചിട്ട് അത് എപ്പോഴും നമ്മൾ ഇളക്കി ഒന്ന് ശ്രദ്ധിക്കണം, ഇല്ലയെന്ന് വെച്ചാൽ അടി പിടിക്കും. അപ്പോൾ അതിൻ്റെ എളുപ്പത്തിന് ഞാൻ കുക്കറിൽ വെച്ചിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ള കുറച്ച് സവോള, കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ.